ലാർജസ്റ്റ് ആൻഡ് ഓൾഡസ്റ്റ് ഗോൾഡ് മൈൻ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയതും ഏറ്റവും വലിപ്പമേറിയതുമായ സ്വർണ്ണ ഖനി ഏതാണ്? KGF എന്നറിയപ്പെടുന്ന അതിന്റെ ഫുൾ ഫോം എന്താണ്? കോളാർ ഗോൾഡ് ഫീൽഡ്. കോളാർ ഗോൾഡ് ഫീൽഡ്. അതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിപ്പമേറിയതും ഏറ്റവും പഴക്കമുള്ളതുമായിട്ടുള്ള ഗോൾഡ് മൈൻ എന്ന് വെച്ചാൽ സ്വർണ്ണ ഖനി. നെക്സ്റ്റ് ഒരു നോട്ട് പോലെ കൊടുത്തിട്ടുള്ളതാണ്. നിങ്ങൾ അത് ഒന്ന് മനസ്സിലാക്കിയിരിക്കണം കേട്ടോ. അതിൽ നിന്ന് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് അഥവാ വരുവാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്നുള്ള ആൻസേഴ്സ് കിട്ടണം. അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു നോട്ടായിട്ട് കൊടുത്തിട്ടുള്ളതാണ്. നോക്കുള്ളൂ. In 1804, when John Warren made a resource map for the British government, the village of Urigam in Karnataka and its surrounding area was found as the land of gold. അതായത് 1804 ജോൺ വാറൻ എന്ന ഒരു വ്യക്തി ബ്രിട്ടീഷ് ഗവൺമെന്റിന് വേണ്ടിയിട്ട് ഒരു റിസോഴ്സ് മാപ്പ് നിർമ്മിച്ചു. ഈ റിസോഴ്സ് മാപ്പ് നിർമ്മിച്ചതോടുകൂടി കർണാടക സ്റ്റേറ്റിലെ ഉറിഗം എന്ന് പറയുന്ന ആ ഒരു വില്ലേജും അതിന്റെ അടുത്തുള്ള പ്രദേശങ്ങളും ഒരു ലാൻഡ് ഓഫ് ഗോൾഡ് സ്വർണത്തിന്റെ ഒരു നാടാണ് എന്ന് കണ്ടെത്തി. ദിസ് ഈസ് റീനെയിംഡ് ആസ് KGF. ഈ പ്രദേശത്തെയാണ് പിന്നീട് KGF എന്ന് റീനെയിം ചെയ്തത് KGF എന്ന് പുനർനാമകരണം ചെയ്തു. KGF എന്ന് വെച്ചാൽ കോളാർ ഗോൾഡ് ഫീൽഡ്. ഇനി from 1880 to 1956, the Kolar gold field, അതായത് KGF, produced more than 800 tons of gold and marked India's place on the world ഗോൾഡ് മാപ്പ്. അതായത് 1880 മുതൽ 1986 വരെയുള്ള കാലയളവില് ഈ KGF എന്ന് പറയുന്ന കോളാർ ഗോൾഡ് ഫീൽഡ് 800 ടൺ ഗോൾഡ് പ്രൊഡ്യൂസ് ചെയ്തു. അങ്ങനെ ലോകത്തിന്റെ വേൾഡ് ഗോൾഡ് മാപ്പില് ഇന്ത്യയുടെ സ്ഥാനം ഉറപ്പിച്ചു. ഇനി കോളാർ ഇൻ കർണാടക become one of the oldest industrial cities in India due to its gold deposit. കർണാടകയിലെ കോളാർ അങ്ങനെ എന്തായി മാറി? ഏറ്റവും പഴക്കമേറിയ ഒരു വ്യാവസായിക നഗരമായി മാറി. എങ്ങനെയാണ് ഇതൊരു വ്യാവസായിക നഗരമായി മാറിയത്? ഡ്യൂ ടു ഇറ്റ്സ് ഗോൾഡ് ഡെപ്പോസിറ്റ്. ഇതിന്റെ ഇവിടെയുള്ള സ്വർണ്ണ നിക്ഷേപം കാരണമാണ് ഈ കോളാർ എന്ന് പറയുന്ന പ്രദേശം ഒരു വലിയ വ്യാവസായിക നഗരമായിട്ട് മാറിയത്. മനസ്സിലായോ? 1804 ജോൺ വാറൻ ബ്രിട്ടീഷ് ഗവൺമെന്റിനു വേണ്ടി വിഭവ ഭൂപടം നിർമ്മിച്ചതോടെ കർണാടകത്തിലെ ഉറിഗം എന്ന ഗ്രാമവും അതിനോടനുബന്ധിച്ച പ്രദേശവും സ്വർണത്തിന്റെ നാടാണെന്ന് കണ്ടെത്തി. ഇതാണ് KGF അല്ലെങ്കിൽ കോളാർ ഗോൾഡ് ഫീൽഡ് എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടത്. 1880 മുതൽ 56 വരെ 800 ടണ്ണിലധികം സ്വർണം ഉൽപ്പാദിപ്പിച്ചും കോളാർ ഗോൾഡ് ഫീൽഡ് ലോകത്തിന്റെ സ്വർണ്ണ ഭൂപടത്തിൽ ഇന്ത്യയുടെ സ്ഥാനം രേഖപ്പെടുത്തുകയും ചെയ്തു. ഉപകരണങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള സാധനങ്ങളുടെയൊക്കെ മാനുഫാക്ചറിങ്, അവയുടെ നിർമ്മാണത്തിനായിട്ട് നമ്മൾ ഗോൾഡ് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഒന്നാമത്തത് അപ്പൊ എന്താണ്? മാനുഫാക്ചറിങ് ഓഫ് ഇലക്ട്രോണിക് ഗുഡ്സ്. രണ്ടാമത്തത് ഫാർമസ്യൂട്ടിക്കൽ മാനുഫാക്ചറിങ്. ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ് ഉണ്ടല്ലോ, ഈ മരുന്നൊക്കെ നിർമ്മിക്കുന്ന മരുന്ന് നിർമ്മാണ കമ്പനികളൊക്കെ എന്താണ്? ഗോൾഡ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഫാർമസ്യൂട്ടിക്കൽ മാനുഫാക്ചറിങ് രണ്ടാമത്തത്. മൂന്നാമത്തത് ജ്വല്ലറി ആൻഡ് ഓർണമെന്റ്സ്. അറിയാലോ, ജ്വല്ലറി ഓർണമെന്റ്സ് ഒക്കെ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ ജ്വല്ലറി ആൻഡ് ഓർണമെന്റ്സ് മൂന്നാമത്തത്. 4 ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് വെൽത്ത് സ്റ്റോറേജ്. ഒരു നിക്ഷേപം എന്ന നിലയിലും പിന്നെ നമുക്ക് സമ്പത്തൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ അപ്പൊ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് വെൽത്ത് സ്റ്റോറേജ് ആ രീതിയിൽ നമ്മൾ ഗോൾഡ് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അഞ്ചാമത്തത് എയറോസ്പേസ് ഇൻഡസ്ട്രി, അതായത് ബഹിരാകാശ വ്യവസായ രംഗത്ത് പല വസ്തുക്കളും നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ചൂടൊക്കെ താങ്ങാനുള്ള ശേഷി കൂടുതലാണ് ഗോൾഡിന്. അപ്പൊ അങ്ങനെയുള്ള വസ്തുക്കളൊക്കെ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് ഗോൾഡ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ എയറോസ്പേസ് ഇൻഡസ്ട്രിയിലും ഗോൾഡ് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അപ്പൊ 5 യൂസസ് ആണ് പറഞ്ഞേക്കുന്നത് ഗോൾഡിന്റെ. ഏതൊക്കെയാണ്? മാനുഫാക്ചറിങ് ഓഫ് ഇലക്ട്രോണിക് ഗുഡ്സ്, ഫാർമസ്യൂട്ടിക്കൽ മാനുഫാക്ചറിങ്, ജ്വല്ലറി ആൻഡ് ഓർണമെന്റ്സ്, ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് വെൽത്ത് സ്റ്റോറേജ്, എയറോസ്പേസ് ഇൻഡസ്ട്രി.